ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു പായസം റെസിപ്പിയാണ്. നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കാൻ പോകുന്നത്. നുറുക്ക് ഗോതമ്പ് എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ, ആവശ്യത്തിലധികം ഉണ്ടാവും. അപ്പോൾ എന്തായാലും നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ച് നിങ്ങൾ പല പല റെസിപ്പികൾ ചെയ്യുന്നുണ്ടാവും. ഇനി ഇതുപോലൊന്ന് പായസം ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഗോതമ്പ് പായസം നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കും, പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ നുറുക്ക് ഗോതമ്പ് ഇട്ടാണെങ്കിൽ ഇതുപോലെ പായസം ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബട്ടറും അതുപോലെ തന്നെ വാനില എസൻസും ആണ് കേട്ടോ. നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി വേണ്ട, വാനില എസൻസ് വേണം. പിന്നെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. നുറുക്ക് ഗോതമ്പ് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, വെള്ളം കുറഞ്ഞു പോരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകി എടുക്കട്ടെ. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2.25 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 2.25 കപ്പ് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് അടിയിൽ പിടിക്കും. 2.25 കപ്പിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടി പോയി എന്ന് വെച്ചാൽ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. കുക്കറിൽ 2 വിസിൽ വരട്ടെ. ഈ സമയത്ത് തന്നെ നമ്മുടെ പാലൊന്ന് തിളപ്പിച്ച് വെക്കാം. എന്താണെന്ന് വെച്ചാൽ പാല് ഡയറക്റ്റ് തിളപ്പിക്കാതെ ചേർക്കുമ്പോഴാണ് പലർക്കും പാല് പിരിഞ്ഞു പോകുന്നു എന്നുള്ള പ്രശ്നം വരുന്നത്. തിളപ്പിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകുന്ന പ്രശ്നം വരില്ല. അപ്പോൾ എന്തായാലും പാല് തിളപ്പിച്ച് വെക്കുക. പാല് തിളപ്പിച്ചിട്ട് അടച്ചു വെക്കണം, പാട വരാതിരിക്കാനായിട്ട് അടച്ചു വെക്കണം. അപ്പോൾ ഞാൻ പാലും കൂടി തിളപ്പിച്ച് വെച്ചിട്ട് നമുക്ക് കുക്കറിലെ വിസിൽ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിൽ വന്നു, പ്രഷർ കംപ്ലീറ്റ് പോയി, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടാവും. വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിലിപ്പോൾ വെള്ളമില്ല, ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. ഇതുപോലെ തന്നെ അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറെ പാൻ വയ്ക്കാം. പായസം നമ്മൾ ഏതിലാണോ റെഡിയാക്കുന്നത് അത് വയ്ക്കുക. ഉരുളിയാണെങ്കിൽ ഉരുളി, അല്ലെങ്കിൽ പാൻ. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, ആ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമ്മൾ ഇളക്കി തുടങ്ങേണ്ട. മെൽറ്റായി തുടങ്ങുമ്പോൾ ഇളക്കിയാൽ മതി. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പായസം റെഡിയാക്കി കഴിഞ്ഞ് ഒന്ന് ചെക്ക് ചെയ്യാം മധുരം കുറവാണോ എന്നുള്ളത്. അതിനുശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായി മെൽറ്റായി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞ് വരുമ്പോൾ മാത്രം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക, വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോൾ ഇളക്കി കൊടുക്കുക. അതുപോലെ ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ബട്ടർ ഒന്ന് അടുപ്പിച്ച് വെക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ബട്ടർ, അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണെങ്കിൽ ഏറ്റവും നല്ലത്. തണുപ്പ് മാറിയ ബട്ടറാണ് നമുക്ക് എളുപ്പം മെൽറ്റായി കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക എന്ന് പറയുന്നത്. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയുള്ള ഈ ഒരു കട്ടകളും കൂടി മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ബട്ടർ ചേർക്കാം. ഒരുപാട് കളർ മാറി പോകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. ഈ ഒരു പഞ്ചസാര മുഴുവനൊന്ന് മെൽറ്റായി തീർന്നാൽ മതി. വല്ലാതെ ബ്രൗൺ ഷെയ്ഡായി പോകണ്ട കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പഞ്ചസാര വേഗം കളർ മാറിപ്പോവില്ല. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. നമ്മളിതിലേക്ക് ബട്ടർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞ് ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ടൊന്ന് മെൽറ്റായി തീരട്ടെ. ഇത് ബട്ടർ ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും കട്ടിയാവും കേട്ടോ. അതിന് ശേഷം നമ്മൾ വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ സമയം ഉള്ളതനുസരിച്ച് വേണം ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നുണ്ടെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കാനുള്ള സമയം നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കണം, മറ്റുള്ള പായസം പോലെയല്ല. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഞാനിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി കട്ടിയായി വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കുക. ബട്ടർ ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ കട്ടിയായി വരും. ഇനി ബട്ടർ മുഴുവൻ മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് അടുത്ത കാര്യം ചേർക്കാനായിട്ട്. ഇത് സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അൺസോൾട്ടഡ് ബട്ടറും യൂസ് ചെയ്യാം, സോൾട്ടഡ് ബട്ടറും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്.
ഈ സമയത്ത് നമ്മുടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക, കട്ടിയാവും. ഞാനൊരു 1/2 കപ്പ് പാല് ബാക്കി വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പായസം കുറുകി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാൻ വേണ്ടിയാണ് 1/2 കപ്പ് പാല് ബാക്കി വയ്ക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ പഞ്ചസാര നന്നായിട്ട് കട്ടിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത്. നമ്മൾ തിളപ്പിക്കാത്ത പാലാണ് ഡയറക്റ്റ് ചേർക്കുന്നതെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തിളപ്പിച്ച പാലാവുമ്പോൾ നമുക്ക് ആ ഒരു പേടി വേണ്ട, ധൈര്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വീണ്ടും കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടോ, നമ്മുടെ ആ പഞ്ചസാര കട്ടിയായതൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ ഇത് കട്ടിയായിട്ടിരിക്കുകയാണ്. മെൽറ്റായി പാകത്തിനായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. പാല് തിളക്കുകയും ചെയ്തോളും. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് ചേർത്ത് ഇളക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര അടിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഭാഗവും ചേർത്ത് ഒരുപോലെ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് വെയിറ്റ് ചെയ്യാം, പാലൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ പാല് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. നുറുക്ക് ഗോതമ്പ് കുറച്ചായിട്ട് ചേർക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അത് കട്ടിയായി പോവാതിരിക്കാനാണ് നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരുമിച്ച് തന്നെ മുഴുവനും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കട്ടിയാവാനും സാധ്യതയുണ്ട്. ഈ പായസം ചെറുതായിട്ടൊന്ന് കുറുകിയിരിക്കുന്ന ടൈപ്പിൽ എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ആ ഒരു ലൂസായിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം അത്ര പെർഫെക്റ്റ് ആവില്ല. ചെറുതായിട്ടൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനിയും നമുക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ ചേർക്കാണ്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇതൊന്ന് തിളച്ച് വന്നാൽ മതി. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ കുറുകി വരും. ഇപ്പോൾ തന്നെ ഇത് കണ്ടോ, നുറുക്ക് ഗോതമ്പ് കട്ടിയാവാതെ വിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ അളവിൽ തന്നെ വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ 2.25 കപ്പ് വെള്ളം ചേർത്തു. അത്രയും വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിയായി പോവില്ല, വല്ലാതെ കട്ട പിടിച്ചു പോവില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് നെയ്യൊക്കെ അടുപ്പിച്ച് വെക്കാം. കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കണം ഇനി ഇതിലേക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ പറയും നെയ്യും ബട്ടറും എല്ലാം കൂടി വല്ലാതെ പായസത്തിൽ കൂടുതലാണല്ലോ എന്ന്. പക്ഷേ ഇതെല്ലാം ചേർത്താലല്ലേ നമ്മുടെ പായസം പെർഫെക്റ്റ് ആവുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ വല്ലപ്പോഴും ഒരു പായസം ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടോ, തിളയൊക്കെ വന്ന് തുടങ്ങി. നമുക്കിനി ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ചേർക്കുമ്പോൾ ഒരുപാടായി പോകരുത്, ഒരു 2-3 ഡ്രോപ്പ് മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് പായസത്തിലേക്കുള്ള കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാം. ഇനി ഞാൻ ഒരുപാട് സമയം തിളപ്പിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് ഇരുന്ന് കുറുകണം. ഒന്ന് ചൂട് കുറഞ്ഞ് കുറുകി വരണം. അതിനായിട്ട് നമ്മൾ കുറച്ച് സമയം പായസം ഒന്ന് മാറ്റി വയ്ക്കുക, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് സമയം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട വരാതിരിക്കാനാണ് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കുക. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ബബിൾസ് വരുന്നുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പാനിലേക്ക് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. കാഷ്യൂനട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ കാഷ്യൂനട്ട് ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ റൈസിൻസ് ചേർത്താൽ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റൈസിൻസും കാഷ്യൂനട്ടും ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ പായസം നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പാട വരാതിരിക്കാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് റൈസിൻസും കൂടി ആഡ് ചെയ്യാം. സാധാരണ നമ്മൾ എല്ലാ പായസത്തിലും ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട്സ് ഒക്കെ ഒന്ന് ചേർക്കാം. ആൽമണ്ട്സ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പായസത്തിന്. പിന്നെ എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നത് കാഷ്യൂനട്ടും റൈസിൻസും ആയതുകൊണ്ടാണ് ഞാൻ ആൽമണ്ട്സിൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. എപ്പോഴും നമുക്ക് പായസത്തിൽ ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പായസം റെസിപ്പീസൊക്കെ എല്ലാവരും കണ്ടിട്ട് എല്ലാ പായസങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പായസങ്ങളും ട്രൈ ചെയ്യാൻ പറ്റില്ല, കുറച്ച് പായസങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 4 ഓണത്തിന് 4 പായസങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് പായസത്തിലേക്ക് ചേർക്കാം. കണ്ടോ, നമ്മുടെ പായസം ദാ ഇങ്ങനെ റെഡി ആയിരിക്കുന്നുണ്ട്. ഒന്ന് ഇളക്കാതെ വിട്ടപ്പോൾ ചെറുതായിട്ട് പാട വന്നു തുടങ്ങി കേട്ടോ. നമുക്കിത് ഇനി നമ്മുടെ നെയ്യോട് കൂടി തന്നെ കാഷ്യൂനട്ടും റൈസിൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം.
അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി നുറുക്ക് ഗോതമ്പ് പായസം. വളരെ ഈസി അല്ലേ, അതുപോലെ തന്നെ വ്യത്യസ്തമായൊരു ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ഒന്ന് മറക്കാതെ ലൈക്കും കൂടി ചെയ്തേക്കണേ. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നല്ല ലൂസായിട്ടുള്ള പായസമാണ്, പക്ഷേ ഇത് കുറുകി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഓണത്തിന് പായസമൊക്കെ ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാനിത് കുറുകിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ പായസം എന്താ ചൂടൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കഴിക്കാൻ പാകത്തിലുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.